ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കുരുമുളകിട്ട് ഉലർത്തിയതാണ്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അത് നല്ല ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഇതിൽ കൂടുതലും വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സും നമുക്ക് ലൈക്കും കമൻറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ബീഫ് ഉലർത്തിയതിന് ആവശ്യമായ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി തേങ്ങാക്കൊത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. മൂന്ന് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം 2 ടീസ്പൂൺ മതിയാവും. അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി. ഇപ്പം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സവാളയുമ്പോൾ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഈ ബീഫിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് കുരുമുളക് പൊടിയാണ്. അത് നമ്മൾ ലാസ്റ്റും ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിൽ വെറൈറ്റി ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. കായമാണ് ചേർക്കുന്നത്. 1 കഷ്ണം കായമാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ബീഫിൽ മിക്കവരും ചേർക്കാറില്ല, പക്ഷേ ഇത് ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മസാലയുടെ എല്ലാം പച്ചക്കൂത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബീഫ് ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം. ബീഫിന് നല്ല വേവുള്ളതാണ്. സാധാരണ നമ്മൾ കുക്കറിലൊക്കെ വെക്കാറ്. വിറകടുപ്പിൽ വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ മൂടി വെച്ച് തന്നെ വേവിക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി അതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ആ ബീഫിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലട്ടെ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ഉലത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചാറൊക്കെ വറ്റി നല്ല ഡ്രൈ രൂപത്തിലായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബീഫ് ഉലത്തിൻ്റെ പാകം. ഇനി നമ്മൾ ചട്ടിയിലാണ് വെച്ചേക്കുന്നത് കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഒലത്തായിക്കോളും. ആ ഒന്നും കൂടി വറ്റിക്കോളും ഇരുന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കുരുമുളകിൻ്റെയും ആ കായം നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മൾ ബീഫ് കുരുമുളക് ഇട്ട് ഉലർത്തിയത് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണതൊക്കെ ഉണ്ടാക്കാനായിട്ട് കമൻറ്റിലൂടെയൊക്കെ എനിക്ക് അറിയിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.